മലയാളത്തിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ മാർച്ച് 28 വ്യാഴാഴ്ചയായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത്. സിനിമാ പ്രേമികൾ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു എമ്പുരാൻ. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് തിയേറ്ററുകളിൽ വലിയ സ്വീകരണം തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ റിലീസിന് ശേഷം അതിലെ ചില സീനുകൾ വിവാദപരമായ ആരോപണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചില സീനുകൾ മതപരമായും രാഷ്ട്രീയപരമായും ആശങ്കകൾ ഉളവാക്കുന്നതാണെന്നും ഒരു വിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നുമാണ് ആരോപണങ്ങൾ പറയുന്നത്. ശക്തമായുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയുള്ള മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. തന്റെ സിനിമകളിലൂടെ രാഷ്ട്രീയപരമായോ ഒരു മതവിഭാഗത്തിനെതിരെയായോ വിദ്വേഷങ്ങൾ പടർത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. എല്ലാ വിഭാഗത്തിലും പെടുന്ന തന്റെ ആരാധകരുടെ സ്നേഹത്തിനും വിശ്വാസത്തിനും താൻ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ സിനിമയിൽ തിരുത്തുകൾ വേണമെന്ന് തന്നെയാണ് മോഹൻലാലിന്റെ അഭിപ്രായം. പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് വില്ലന്റെ പേരുൾപ്പെടെ 17 കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമ വീണ്ടും റീ റിലീസിന് ഒരുങ്ങുകയാണ്. എമ്പുരാൻ വിഷയത്തിൽ BJPയും RSSും പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. എന്നാൽ വിവാദങ്ങൾക്കിടയിലും എമ്പുരാൻ എന്ന ചിത്രം വൻ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം 2 ദിവസം കൊണ്ട് തന്നെ ചിത്രം 100 കോടി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സിനിമയെച്ചൊല്ലിയുള്ള പ്രതിഷേധവും പരാതികളുമെല്ലാം ദേശീയ തലത്തിൽ വരെ ഉയർന്നുവന്നു. വളരെ അസാധാരണമായ നടപടിയായിരുന്നു ചിത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്നത്. നിർമ്മാതാക്കൾ തന്നെ ചിത്രത്തിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ചിത്രത്തിൽ 3 മിനിറ്റ് നീളുന്ന ദൃശ്യങ്ങളാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന സീനുകൾ ഉൾപ്പെടെ വെട്ടിമാറ്റിയെന്നാണ് വിവരം. എമ്പുരാന്റെ റീ എഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിലെത്താൻ വൈകുമെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം എഡിറ്റിംഗും സെൻസറിംഗും പൂർത്തിയായെങ്കിലും സാങ്കേതികപരമായ നടപടിക്രമങ്ങൾ ഇനിയുമുണ്ട്. ഇതാണ് കാലതാമസത്തിനുള്ള കാരണം. വെട്ടിമാറ്റിയതിനു ശേഷമുള്ള എമ്പുരാൻ വ്യാഴാഴ്ചയോടുകൂടിയാകാം തിയേറ്ററുകളിൽ എത്തുക. ആരോപണങ്ങൾക്കിടയിലും ചിത്രത്തിന് വൻ സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ സിനിമ 200 കോടി ക്ലബിൽ കയറിക്കഴിഞ്ഞു. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊരു സിനിമയാണ്. സിനിമയായി കാണുക.